കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായിട്ടും പ്രശ്നപരിഹാരം കാണാതെ ആരോഗ്യവകുപ്പ്. മരുന്ന് വിതരണം നിർത്തി 9 ദിവസമായിട്ടും വിതരണക്കാരുമായി ഉന്നതതല ചർച്ച പോലും നടന്നിട്ടില്ല. രോഗികൾ വൻ തുക നൽകി പുറമേ നിന്നാണ് മരുന്ന് വാങ്ങുന്നത്. കാരുണ്യ മെഡിക്കൽ ഷോപ്പുകളിലും മെഡിക്കൽ കോളേജിലെ ന്യായവില മെഡിക്കൽ ഷോപ്പുകളിലും മരുന്നുകൾ തീർന്നു തുടങ്ങി. ഉപകരണങ്ങളുടെ ലഭ്യത കുറഞ്ഞതോടെ ലാബ് പ്രവർത്തനവും പ്രതിസന്ധിയിലാണ്. എ കെ അഭിലാഷ് വീണ്ടും എത്തുന്നു. എ കെ അഭിലാഷ്, നമ്മൾ ഈ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് തന്നെ കുറെ കാലമായി. എന്തുകൊണ്ട് ഇത് പരിഹരിക്കുന്നില്ല? ഓഫറുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, പക്ഷേ ഒരു ചർച്ച നടക്കണ്ടേ? എന്തുകൊണ്ട് ഒരു ചർച്ച നടക്കുന്നില്ല അഭിലാഷ്? ചർച്ചകൾ നടക്കുന്നുണ്ട്, പക്ഷേ അതൊരു പോസിറ്റീവായുള്ള ചർച്ചകളല്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയ ഘട്ടത്തിൽ കുറച്ച് പണം മാത്രം നൽകിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വം നടന്നത്. പക്ഷേ അത് പൂർണ്ണമായും വിതരണക്കാർ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവർ പറയുന്നത് സെപ്റ്റംബർ മാസം വരെയുള്ള കുടിശ്ശിക നൽകണം. അതായത് 80 കോടിയിലേറെ രൂപയുള്ള കുടിശ്ശികയുണ്ട് സെപ്റ്റംബർ മാസം വരെ. അതിനുശേഷം 3 മാസം കഴിയാറാവുന്നു. ഏതായാലും ഈ 3 മാസത്തിലല്ല അവർ ചോദിക്കുന്നത്. അതിന് മുമ്പുള്ള മാസങ്ങളിൽ മരുന്ന് വിതരണം ചെയ്ത ആ പണമാണ് അവർ ചോദിക്കുന്നത്. അതിൽ 80 കോടിയിൽ പരം രൂപയുണ്ട് എന്നാണ് അവർ പറയുന്നത്. അത് പൂർണ്ണമായി നൽകിയാൽ മാത്രമേ മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കൂ എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെയാണ് അവരുള്ളത്. കാരണം നിരന്തരം ഇങ്ങനെ പണം കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യത്തിൽ അവർ ബാങ്ക് ലോണും മറ്റുമൊക്കെ എടുത്തുകൊണ്ടാണ് ഈ മരുന്ന് വിതരണം ചെയ്തത്. അതുകൊണ്ട് അവർക്ക് വലിയ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ കടുത്ത നിലപാടിലേക്ക് പോവുകയും ചെയ്തത്. ഏതായാലും മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് മരുന്ന് വിതരണം നിലയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ലാബുകളിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങളുടെ വിതരണം കൂടി നിലച്ചോടുകൂടി തന്നെ ഈ ബ്ലഡ് ശേഖരിക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ പോലും മെഡിക്കൽ കോളേജ് തീർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഇൻഷുറൻസ് സ്കീമിലൊക്കെ വന്ന് അവിടെ ചികിത്സ തേടുന്ന ആളുകളൊക്കെ പുറത്തുപോയി മരുന്ന് വാങ്ങേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. നമുക്കറിയാം അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശമായ സാഹചര്യത്തിൽ വരുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളാണ് ഇപ്പോൾ സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ആശ്രയിച്ചുകൊണ്ട് മരുന്ന് വാങ്ങി ആശുപത്രിയിൽ എത്തിച്ച് അവരുടെ ചികിത്സ നടത്തേണ്ടുന്ന ഒരു സ്ഥിതി വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡയാലിസിസുമായി ബന്ധപ്പെട്ട രോഗികളുടെ ചികിത്സയാണ്. കാരണം ആഴ്ചയിൽ 2-3 തവണ ഡയാലിസിസ് ചെയ്യേണ്ട രോഗികളുണ്ട്. അവർക്ക് ഇത്തരത്തിൽ മരുന്ന് ലഭിക്കാതെ വരുമ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ താറുമാറാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. ഏതായാലും ഇതിനൊരു പരിഹാരം ഇപ്പോഴുമില്ല. 9 ദിവസമായി കഴിയാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം. അപ്പോഴും ഇതിന് എന്ത് പരിഹാരം, ഇവരുടെ പണം ഏത് തരത്തിൽ കൊടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവും ഇപ്പോഴും ആയിട്ടില്ല. മറ്റൊന്ന്, ഏതാണ്ട് വിവിധ ഈ ചികിത്സാ പദ്ധതിയിലൂടെ 200 കോടിയിലേറെ രൂപ മെഡിക്കൽ കോളേജിന് സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ട് എന്നാണ് മെഡിക്കൽ കോളേജിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പണം നൽകിയാൽ തന്നെ ഈ കുടിശ്ശികയൊക്കെ നികത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ ആശുപത്രി കഴിയും. പക്ഷേ സർക്കാരിൻ്റെ വിഹിതം ഇപ്പോഴും ലഭ്യമാകുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നു. ഏതായാലും രോഗികളെ സംബന്ധിച്ച് ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കോഴിക്കോട്ടുള്ളത്.